കേരളത്തിൽ ആരൊക്കെ മെഡിക്കൽ പ്രൊഫഷണൽ മേഖലയിലോട്ട് പോകുന്നുണ്ടോ അവരെല്ലാവരും അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റാണ് കേരള എൻട്രൻസ് കമ്മീഷനുടെ. ഇനി മെഡിക്കലിന് SC ST ഒക്കെ വിഭാഗമുണ്ട്. അവരൊക്കെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണോ? വേണ്ട. SC സർട്ടിഫിക്കറ്റും ST സർട്ടിഫിക്കറ്റും മാത്രം മതി. ഇൻകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആകെ മെഡിക്കലും ഇൻകം സർട്ടിഫിക്കറ്റ് ബന്ധമുള്ളത് OEC കാറ്റഗറിക്ക് മാത്രം. SC ആണെങ്കിലും ST ആണെങ്കിലും ഒരു കോഴ്സിനും ഗവൺമെന്റ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ഫീസ് ഇല്ല. കേരളത്തിൽ EWSന് വേറൊരു നിയമമാണ്. നിർബന്ധമായിട്ടും കേരളത്തിലെ വില്ലേജ് ഓഫീസർ തരുന്ന EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ റിസർവേഷൻ കിട്ടുകയുള്ളൂ. അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാവുകയും അതിലൊരാളെങ്കിലും SCയോ STയോ ആണെങ്കിൽ നമുക്ക് ട്യൂഷൻ ഫീസ് ഒഴിവായി കിട്ടുമെന്നുള്ളതും കീമിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഏത് റിസർവേഷൻ ആണെങ്കിലും ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിയുമ്പോഴേ ആ കാറ്റഗറിയിലോട്ട് മാറുമെന്നുള്ളതും ഓർത്തിരിക്കുക. നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പരും റോൾ നമ്പരും ജൂൺ 14 ശേഷം കേരള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നീറ്റിൻ്റെ ഡേറ്റാബേസിൽ നിന്ന് മാർക്ക് ഇങ്ങോട്ട് എടുക്കുകയും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാവുകയുമുള്ളൂ. ധാരാളം നല്ല നല്ല പ്രോഗ്രാമുകൾ, നല്ല നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അവിടെയൊക്കെ പഠിക്കാനുള്ളൊരു സാധ്യതയാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 85ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ. നമസ്തേ ശിവൻ സാർ. തീർച്ചയായിട്ടും നീറ്റ് 2024 വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ളൂ. ഇനി കൃത്യമായിട്ടും 60-ലധികം ദിവസങ്ങൾ. മെയ് 5-ാം തീയതി അല്ലേ? 62ാമത്തെ ദിവസം നമ്മൾ എക്സാം ഹാളിലോട്ട് പോകുന്ന സമയമാണിപ്പോൾ. അതെ. അപ്പോൾ ശിവൻ സാർ, തീർച്ചയായിട്ടും കുട്ടികളും മാതാപിതാക്കളും ഒക്കെ ഇപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നത് നീറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന അപ്ഡേഷൻസ് എന്തെല്ലാമാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം നീറ്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നമുക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 9-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഏതെങ്കിലും കുട്ടികൾ ഇനിയും അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട സമയമായി. നമുക്ക് ആധാർ ഒതൻറ്റിക്കേഷൻ ചില കുട്ടികൾക്കെങ്കിലും ഇനിയും കിട്ടിയിട്ടില്ല. കാരണം ബയോമെട്രിക് ബ്ലോക്കായി കിടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റ് ആകാൻ പഴയ ആധാറാണ്. അപ്പോൾ ആധാർ അപ്ഡേറ്റ് ചെയ്താലേ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരുടെ ആധാർ ഒതൻറ്റിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത വളരെ കുറച്ച് കുട്ടികളുണ്ട്. അപ്പം നമ്മൾ NTA-യുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടെങ്കിൽ പോലും അവർ മറ്റൊരു ഓപ്ഷൻ പറഞ്ഞു തരുന്നില്ല. ഇപ്പം ആധാർ അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ പാൻ കാർഡ് ഇല്ലാത്തൊരു കുട്ടിക്ക് ഡിജി ലോക്കറും ABCID ഉണ്ടെങ്കിലും അതെല്ലാം ആധാറുമായിട്ട് ലിങ്ക്ഡാണ്. അപ്പം ആധാർ ലിങ്ക്ഡ് അല്ലാത്തൊരു കുട്ടിക്ക് ആകപ്പാടെ ഉള്ളത് പാസ്പോർട്ടും പാൻ കാർഡും മാത്രമേ ഉള്ളൂ. അപ്പം ഇതല്ലാതെ ഒന്നുകിൽ പേരൻറ്റിൻ്റെ പാൻ കാർഡോ പേരൻറ്റിൻ്റെ പാസ്പോർട്ടോ അല്ലെങ്കിൽ മറ്റ് ഇതല്ലാതെ ഒരു സെൽഫ് ഡിക്ലറേഷനൊക്കെ വെച്ചിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിന് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും NTA അത് ഇതുവരെ അനുവദിച്ച് തന്നിട്ടില്ല. ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരാമെന്നും ഉദയയുടെ ഡേറ്റ ആധാറിൻ്റെ ഡേറ്റ അപ്ഡേഷൻ ഏറ്റവും വേഗത്തിലാക്കാമെന്നുള്ള ഉറപ്പ് മാത്രമേ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ആധാർ ഡേറ്റ എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ പോലും വളരെ കുറച്ച് കുട്ടികൾക്ക് ഇപ്പോഴും ഈ ആധാർ അപ്ഡേറ്റ് ആകാത്തത് കൊണ്ട് രജിസ്ട്രേഷൻ ബിൽഡിങ്ങിലോട്ട് കടക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പം ഏതെങ്കിലും കാരണവശാൽ രജിസ്ട്രേഷനുമായിട്ട് ഇനി താമസിക്കുന്നവർ എത്രയും പെട്ടെന്ന് അവരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. അപ്പം ആധാർ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ ആധാർ മൊബൈലിലോട്ട് നമ്മളൊന്ന് വെരിഫിക്കേഷൻ കൊടുത്തിരുന്നു. അപ്പോൾ ആധാർ അപ്ഡേറ്റ് ഇപ്പോൾ ഒരു 2 ആഴ്ചയായി ആധാർ അപ്ഡേറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ കൂടി അക്ഷയയിൽ ചെന്നിട്ട് ആധാർ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്യണം. എത്രയും പെട്ടെന്ന്. കാരണം മൊബൈൽ ലിങ്കിങ് പെട്ടെന്ന് നടക്കും. അപ്പം മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്യുക. അപ്പോൾ ഇനിയും ഒരു 2-3 ആഴ്ചയായിട്ടും ആധാർ അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കരുത്. ആ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ അക്ഷയമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റവും വേഗത്തിലോട്ട് കടക്കുകയും നീറ്റ് 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതാണ്. കാരണം അവസാന ദിവസങ്ങളിലോട്ട് കടക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 25 ലക്ഷം ആപ്ലിക്കൻസാണ് ഉള്ളത്. അപ്പം ഇവരെല്ലാം റീചെക്ക് ചെയ്യാനായിട്ട് ഒന്നും കൂടെ സൈറ്റിൽ കയറും. ചിലർ ഇമേജസ് മാറ്റാനായിട്ടും അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് സൈറ്റിൽ കയറുമ്പം നോർമലി നമുക്കറിയാം അവസാന ദിവസങ്ങളിൽ സൈറ്റ് എപ്പോഴും ജാം ആയിരിക്കും. ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ ആപ്ലിക്കേഷൻ അവസാന ദിവസത്തിലേക്ക് മാറ്റി വെക്കരുത്. ഇന്ന് 3-ാം തീയതിയായി. എത്രയും പെട്ടെന്ന് 4-5 തീയതികളിൽ തന്നെ എല്ലാവരും നീറ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതിന് മറ്റൊരു ഓപ്ഷൻ ഇതുവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ആധാർ അപ്ഡേറ്റ് ചെയ്ത് കിട്ടാത്തവരുണ്ടെങ്കിൽ അത് അക്ഷയമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ഫോൺ നമ്പറിലോട്ട് എത്രയും പെട്ടെന്ന് ലിങ്ക് ചെയ്ത് അത് ആപ്ലിക്കേഷനിലോട്ട് പൂർത്തിയാക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് അറിയിക്കാനുള്ളത്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ദിവസങ്ങളിൽ 9, 10, 11 ദിവസങ്ങളിൽ ആധാർ വെച്ച് രജിസ്റ്റർ ചെയ്തവർക്ക് ഒരിക്കൽ കൂടി ലോഗിൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്.
ബാക്കി വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റി വരുമ്പോൾ നമുക്ക് ഇമേജസ് മാറിപ്പോയിരിക്കുന്നവർക്ക്, തെറ്റുകൾ വന്നിരിക്കുന്നവർക്കൊക്കെ പ്രധാനപ്പെട്ട തെറ്റുകളാണെങ്കിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട തെറ്റുകൾ? കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, എക്സാം സെൻറ്റർ, ഇമേജസ്, ഇത്രയേ ഉള്ളൂ പ്രധാനം. അല്ലാതെ സ്കൂളിൻ്റെ പേരോ സ്കൂളിൻ്റെ പിൻകോഡോ 11ാം ക്ലാസ്സിൻ്റെ മാർക്കോ അല്ലെങ്കിൽ +2ൻ്റെയും +1ൻ്റെയും മാർക്ക് കൊടുത്ത കാര്യങ്ങളോ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക്, ഇപ്പം നമ്മുടെ ഡ്രസ് കോഡ് ധരിക്കുന്നതിനകത്തുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള അപ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ദയവായിട്ട് നിങ്ങൾ വൺ ടൈം കറക്ഷൻ വിൻഡോ ഉപയോഗിക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അത് കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കറക്ഷൻ വിൻഡോ ഉപയോഗിക്കാം. ഏറ്റവും അടുത്ത് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. കാരണം ഇതൊരു വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റിയാണ്. നമ്മൾ ഒരിക്കൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ഇങ്ങനെ കറക്റ്റ് ചെയ്യാനാവില്ല. അപ്പം നമ്മൾ ഒരു കറക്ഷൻ ചെയ്തു, അപ്പോഴാണ് നമ്മൾ വേറെണ്ണം ശ്രദ്ധിക്കുന്നത്. അപ്പം വീണ്ടും നമുക്ക് കയറിയിട്ട് ചെയ്യാനാവില്ല. അപ്പം ഇനിയൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് തിരുത്താൻ അവസരമില്ല. ഇതൊന്നും നമ്മുടെ നീറ്റ് എക്സാമിനെയോ നമ്മുടെ അഡ്മിഷനെ ഒന്നും ബാധിക്കുകയില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഒരു തെറ്റ് വന്നു, ഒരു കാൻഡിഡേറ്റിൻ്റെ പേരിൽ തന്നെ തെറ്റ് വന്നു, അല്ലെ ഡേറ്റ് ഓഫ് ബർത്തിൽ തെറ്റ് വന്നു, അതൊന്നും നമ്മളുടെ പരീക്ഷയോ അഡ്മിഷനോ ഒന്നും ബാധിക്കില്ല. അതിനൊക്കെ റെമഡി ഉണ്ട്. പക്ഷേ മെയ് 5-ാം തീയതി നമ്മുടെ കുട്ടിക്ക് ഏറ്റവും ശ്രദ്ധയോടുകൂടി പരീക്ഷ എഴുതാനുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റാതെ പോകും. അതുകൊണ്ട് വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റി വേണ്ടവർ മാത്രം കയറിയാൽ മതി. എല്ലാവരും കയറി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. എല്ലാവരും ചെക്ക് ചെയ്യേണ്ട സമയമല്ല വൺ ടൈം കറക്ഷൻ. അത് നമ്മളായിട്ട് ചെയ്തതിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള സമയമാണ്. NTA ഒന്നും വെരിഫൈ ചെയ്തിട്ട് നമ്മളെ അറിയിക്കുകയില്ല ഇപ്പം. അപ്പം വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റി വേണ്ടവർ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ മാത്രം അതിനകത്ത് വരുത്താനും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ, ഇതിന് ശേഷം NTA ഇമേജസ് നോക്കും. ഫോട്ടോയും സിഗ്നേച്ചറും മുഴുവൻ കുട്ടികളുടെയും NTA ഒരിക്കൽ കൂടി പരിശോധിക്കും. അതിനകത്ത് മുഖം ക്ലിയർ ആകാത്തവരുടെ, പിക്സലൊക്കെ കുറവുള്ളവരുടെയോ അല്ലെങ്കിൽ ചെറിയ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്തവരുടെയോ ഒക്കെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും NTA പരിശോധിച്ചിട്ട് എന്തെങ്കിലും ഒരു അപാകത തോന്നുന്നു, ആ പരീക്ഷാ ഹാളിൽ ആ കുട്ടിയെ തിരിച്ചറിയാൻ പറ്റാത്ത എന്തെങ്കിലും ആ ഫോട്ടോയിൽ ഉണ്ടെങ്കിൽ, ക്ലിയർ അല്ലെങ്കിൽ മാത്രം, പേരില്ല, ഡേറ്റ് ഇല്ല, പേര് തെറ്റ്, വർഷം പഴയത്, ഒന്നും NTA നോക്കില്ല. മുഖം തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ, സിഗ്നേച്ചർ വെച്ച് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, സിഗ്നേച്ചർ ക്ലിയർ അല്ലെങ്കിൽ മാത്രം NTA നമ്മളെ അറിയിക്കും. അത് ഈ മാർച്ച് അവസാനം അല്ല ഏപ്രിൽ 15 കൂടിയൊക്കെ അറിയിക്കുകയുള്ളൂ. എന്നിട്ട് മാറ്റാൻ ആവശ്യത്തിന് സമയം തരും. അങ്ങനെ അപ്ലൈ ചെയ്ത മുഴുവൻ കുട്ടികളും പരീക്ഷ എഴുതിയിരിക്കും. ഒരാളുടെ പോലും ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയോ മറ്റൊരു ബുദ്ധിമുട്ടോ ഉണ്ടാവുകയില്ല. ഇനി ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്ന കേട്ട് ഒരേ ഒരു കാര്യമുള്ളൂ. എന്താണ്? ഒരേ പേരും ഒരേ ഡേറ്റും ഒരേ ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് 2 or 3 ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രണ്ടാമത്തതും മൂന്നാമത്തതും നാലാമത്തതും ഒക്കെ ചെയ്തെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. ഒറ്റ ആപ്ലിക്കേഷൻ ഒരു കുട്ടിക്ക് ഉണ്ടാവുള്ളൂ എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പം ആപ്ലിക്കേഷൻ സംബന്ധിച്ച് ആകെ ചെയ്യേണ്ട 2 കാര്യങ്ങൾ: ഒന്ന്, എത്രയും പെട്ടെന്ന് ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. രണ്ടാമത്തത്, ഏറ്റവും പ്രധാന തെറ്റുകൾ തിരുത്താൻ മാത്രം കറക്ഷൻ വിൻഡോ ഉപയോഗിക്കുക എന്നുള്ളതുമാണ്. സാർ, അതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണ്. തീർച്ചയായിട്ടും മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചോളം ധാരാളം ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ഒരു സമയമാണിത്. അതെ. അപ്പോൾ നീറ്റിനും അപ്പുറം ഏതൊക്കെ എക്സാമുകൾക്ക് വിദ്യാർത്ഥികൾ ഇപ്പോൾ അപ്ലൈ ചെയ്യണം? ഇപ്പം നമുക്കറിയാം, ഇപ്പം നീറ്റ് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നതാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. ഏതാണ്ട് 42 സെൻട്രൽ യൂണിവേഴ്സിറ്റികളും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ 250ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ 61 സബ്ജക്റ്റ് വെച്ചിട്ട് ധാരാളം പ്രോഗ്രാമുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള CUET വന്നിട്ടുണ്ട്. ഒരു കുട്ടിക്ക് 6 സബ്ജക്റ്റിലെ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ആ 6 സബ്ജക്റ്റ് വെച്ചിട്ട് എത്രത്തോളം കോഴ്സുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും അപ്ലൈ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട CUET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസിൻ്റെ ആപ്ലിക്കേഷൻ നടക്കുകയാണ്. പിന്നെ ഐസർ, നമുക്കറിയാം ഈ വർഷം 7 ഐസറുകളിലോട്ടുള്ളതും IISc ബാംഗ്ലൂരിലോട്ടുള്ളതും IIT മദ്രാസിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സംയോജിത പ്രോഗ്രാമിനും ഒക്കെ പ്രവേശനം ലഭിക്കുന്ന ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ജൂൺ 9-ാം തീയതിയാണ്. 2022 പാസ്സായവർക്കും 23 പാസ്സായവർക്കും 24 പാസ്സാകാൻ പോകുന്നവർക്കും ഐസർ എഴുതാം. ഐസറിൻ്റെ റാങ്ക് അനുസരിച്ച് മാത്രമാണ് ഈ വർഷം ഈ ഐസറുകളിലെ പ്രവേശനം. കഴിഞ്ഞ വർഷം വരെ KVPYയും JEE അഡ്വാൻസ്ഡും ഉണ്ടായിരുന്നു. അതുപോലെ റിപ്പീറ്റേഴ്സിന് ഐസർ അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ജൂൺ 9-ാം തീയതിയാണ് പരീക്ഷ. ഏപ്രിൽ 1-ാം തീയതി മുതൽ ആപ്ലിക്കേഷൻ ക്ഷണിക്കും. അതുപോലെ തന്നെ ഇനി വരാനുള്ളതാണ് നൈസർ, നമ്മുടെ മുംബൈയിലെയും നൈസർ ഭുവനേശ്വറിലെയും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏറ്റവും അടുത്ത് ആരംഭിക്കും. പിന്നെ CMC വെല്ലൂരിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി
TN മെഡിക്കൽ തമിഴ്നാട്ടിലെ മാനേജ്മെൻറ്റ് സീറ്റുകൾക്കും തമിഴ്നാട്ടിലെ എലിജിബിലിറ്റി ഉള്ളവർക്കൊക്കെ അവിടെ അപ്ലൈ ചെയ്യേണ്ടത് ജൂൺ മാസത്തിലേ വരികയുള്ളൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ കേരള എൻട്രൻസ് കമ്മീഷണർ വിളിക്കുന്ന കീം 2024 കേരളത്തിലെ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ബിഫാം, ആർക്കിടെക്ചർ കോഴ്സുകൾക്കായിട്ടുള്ള കേരള മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ തൊട്ടടുത്ത ദിവസം തന്നെ ഇന്നോ നാളെയോ തന്നെ പ്രസിദ്ധീകരിക്കും. കേരളത്തിലെ BSc നേഴ്സിങ്ങിനായിട്ട് കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലുമായിട്ട് 7000-ഓളം BSc നേഴ്സിങ്ങിനാണ് ഈ വർഷം മുതൽ കേരള എൻട്രൻസ് കമ്മീഷണറുടേതായിട്ടോ അല്ലെങ്കിൽ LBSൻ്റെതായിട്ടുള്ള ഒരു പ്രവേശന പരീക്ഷ ജൂൺ പകുതിയോടുകൂടി വരുന്നത്. അത് ഏറ്റവും അധികം സാധ്യതകളാണ് നമ്മുടെ കുട്ടികൾക്ക്. CUET പോലെ തന്നെ മെഡിക്കലിന് വേണ്ടിയിട്ട് ഇത്രയധികം പരീക്ഷകൾ എഴുതിയ കുട്ടികളുടെ ഏറ്റവും വലിയ സുവർണ അവസരമാണ് ഒന്ന് CUETയും മറ്റൊന്ന് കേരളത്തിലെ BSc നഴ്സിംഗും. കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം, തൃശ്ശൂർ ഒക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ BSc നഴ്സിംഗ് പ്രവേശനം ഈ വർഷം കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു പരീക്ഷയാണ്. അത് ജൂൺ മാസത്തിലാണ് നടക്കുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷൻ വരാനിരിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും വലിയ ശുഭവാർത്തകളാണ് നമുക്ക് പ്രേക്ഷകരോട്ട് പങ്കുവെക്കാനുള്ളത്. ധാരാളം നല്ല നല്ല പ്രോഗ്രാമുകൾ, നല്ല നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവിടെയൊക്കെ പഠിക്കാനുള്ളൊരു സാധ്യതയാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സാർ, അതുപോലെ ഇപ്പോൾ കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥി ഇപ്പോൾ സ്വയമായിട്ട് നീറ്റ് എഴുതുന്ന വിദ്യാർത്ഥിയാണെങ്കിലും കേരളത്തിലൊരു ഇതിൽ വേണമെങ്കിൽ കീമിൽ അപ്ലൈ ചെയ്യണമെന്ന് സാർ വിശദമാക്കിയിരുന്നു. അപ്പോൾ ഒരുപാട് റിസർവേഷൻസും കാര്യങ്ങളും ഒക്കെ അതിലുണ്ടാ എന്ന് സാർ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ അതെന്തെല്ലാമാണ്? കീം 2024 കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റാണ് ce.kerala.gov.in. കേരളത്തിലുള്ള ഏതാണ്ട് 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് കേരള എൻട്രൻസ് കമ്മീഷനുടേത്. 4 കോഴ്സുകൾക്കാണ് പ്രവേശനം ലഭിക്കുന്നത്. ഒന്ന് മെഡിക്കൽ എന്ന് പറയുന്നത്. മെഡിക്കൽ എന്നുള്ളതിനകത്ത് MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ബയോടെക്നോളജി. അപ്പോൾ ആ മെഡിക്കൽ എന്നുള്ളൊരു ഒറ്റ പ്രോഗ്രാമിൽ നമുക്ക് ഈ പറയുന്ന 13 കോഴ്സുകൾക്കാണ് കേരളത്തിൽ പ്രവേശനം കിട്ടുന്നത്. മെഡിക്കലിൻ്റെ പരീക്ഷ എന്താണ്? മെയ് 5 നീറ്റ്. അപ്പം മെഡിക്കൽ എന്ന് നമ്മൾ ഓപ്റ്റ് ചെയ്താൽ ഒരു പരീക്ഷയും എഴുതണ്ട. മെഡിക്കൽ എന്ന് ഓപ്റ്റ് ചെയ്തിട്ട് അപേക്ഷ സമർപ്പിച്ചാൽ മാത്രം മതി. അപ്പം കേരളത്തിൽ ഞാൻ ഈ പറഞ്ഞ MBBSും BDSും ഉൾപ്പെടുന്ന 13 മെഡിക്കൽ പ്രോഗ്രാമുകൾക്കും കേരളത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്നെങ്കിൽ ഈ 1.5 ലക്ഷം വിദ്യാർത്ഥികളും അല്ലെങ്കിൽ കേരളത്തിൽ ആരൊക്കെ മെഡിക്കൽ പ്രൊഫഷണൽ മേഖലയിലോട്ട് പോകുന്നുണ്ടോ അവരെല്ലാവരും അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റാണ് കേരള എൻട്രൻസ് കമ്മീഷനുടെ. അപ്പം മെഡിക്കലിന് കേരളത്തിലൊരു പരീക്ഷ, അഗ്രികൾച്ചർ കിട്ടാൻ, ആയുർവേദം കിട്ടാൻ, BDS കിട്ടാൻ, MBBS കിട്ടാൻ കേരളത്തിലൊരു പരീക്ഷയുണ്ടോ? മെഡിക്കൽ എന്നുള്ളത് സെലക്ട് ചെയ്താൽ കേരളത്തിൽ പരീക്ഷയില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ 13 പ്രോഗ്രാമുകൾക്കും എല്ലാവരും കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്യണം. രണ്ടാമത്തത് എഞ്ചിനീയറിംഗ്. +1 +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ച എല്ലാവർക്കും BTechനായിട്ട് അപേക്ഷിക്കാം. കേരളത്തിൽ BTechനായിട്ട് പരീക്ഷയുണ്ട്. മെയ് പകുതിയോടുകൂടിയാണ് നടക്കുന്നത്. ഓൺലൈനായിട്ടാണ് പരീക്ഷ. അപ്പോൾ കേരളത്തിലൊരു എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗവൺമെൻറ് മേഖല, സ്വകാര്യ മേഖല, അർദ്ധ സർക്കാർ മേഖല, ഈ 3 രീതിയിലുമായിട്ട് 150ഓളം എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോളേജുകളാണ് കേരളത്തിലുള്ളത്. ഏതാണ്ട് 25ഓളം പ്രോഗ്രാമുകൾ, ഏറ്റവും പുതിയ പ്രോഗ്രാമുകൾ, AI-യുടെയും ഡാറ്റാ സയൻസിൻ്റെയും ഒക്കെ, റോബോട്ടിക് എഞ്ചിനീയറിംഗ് ഒക്കെ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളൊക്കെ ഉള്ള കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും ഒക്കെ ഉൾപ്പെടെയുള്ള എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് എഞ്ചിനീയറിംഗ് കുട്ടികൾ സെലക്ട് ചെയ്യണം. അങ്ങനെ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്താൽ ഒരു പരീക്ഷയുണ്ട്. അത് മെയ് പകുതിയോടുകൂടിയാണ്, ഓൺലൈനാണ്. അതിന് പകുതി എടുക്കുന്നത് +2 മാർക്കുമാണ്. എൻട്രൻസിന് പകുതി മാർക്ക്, +2ന് പകുതി മാർക്ക്. അപ്പം മെഡിക്കലിന് +2 മാർക്ക് പരിഗണിക്കുന്നുണ്ടോ എന്ന് ഇനി ചോദിക്കരുത്. കാരണം ഇല്ല, അവിടെ നീറ്റിൻ്റെ മാർക്ക് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. പക്ഷേ കേരള എഞ്ചിനീയറിംഗിന് സെലക്ട് ചെയ്താൽ പരീക്ഷയുണ്ട്. അവിടെ +2 മാർക്കിനാണ് പകുതി റാങ്ക് തീരുമാനിക്കുന്നതിലെ പ്രാധാന്യം. ഇനി ബിഫാമിനും കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ഉണ്ട്. കേരളത്തിൽ ഫിസിക്സും കെമിസ്ട്രിയും ഉള്ള ഒരു പ്രവേശന പരീക്ഷ നടക്കും. മെയ് പകുതിയോടുകൂടിയാണ്, ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. അതിന് +2 മാർക്ക് എടുക്കുന്നുണ്ടോ? ഇല്ല. എൻട്രൻസിലെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാർക്കിന് തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കേരളത്തിൽ ബിഫാമിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി നാലാമത്തത് ആർക്കിടെക്ചർ. അതും കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലുമുണ്ട്. ആർക്കിടെക്ചർ സെലക്ട് ചെയ്യാം. പരീക്ഷ കേരള എൻട്രൻസ് കമ്മീഷണർക്ക് ഇല്ല. നേറ്റയാണ് പരീക്ഷ നടത്തുന്നത്. അപ്പം ആർക്കിടെക്ചറിന് പ്രവേശനം നേടുന്ന ഒരാൾ എന്താ ചെയ്യേണ്ടത്? കേരള കീമിന് അപ്ലൈ ചെയ്യണം. ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യണം. എന്നിട്ട്
neta.in എന്ന് പറയുന്ന ആർക്കിടെക്ചറിന്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യണം. ഏപ്രിൽ 1 മുതലുള്ള എല്ലാ ശനിയും ഞായറും ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷ നടക്കുന്നുണ്ട്. ഈ പരീക്ഷ എഴുതിയിട്ട് അത് ഡിസൈനിങ് ഒരു തീം തന്നിട്ട് അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പറയും, അത് വരയ്ക്കാൻ പറയും. പിന്നെ ഒരു ഇമേജ് തന്നിട്ട് അതിന്റെ നെഗറ്റീവ് മിറർ ഇമേജ് വരയ്ക്കാൻ പറയും. പിന്നെ ഒരു ഡയമെൻഷൻ തന്നിട്ട് ഒരു വരയ്ക്കാൻ പറയും. അങ്ങനെയുള്ള അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റി, റീസണിങ് പോലെയൊക്കെ ലോജിക് ലെവലുള്ള പരീക്ഷയാണത്. അപ്പം ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷ ഏപ്രിൽ 1 മുതൽ എല്ലാ ശനിയും ഞായറും ഓൺലൈനായിട്ടുണ്ട്. ഇതിൽ 3 ചാൻസ് വരെ ഒരു കുട്ടിക്ക് എഴുതാം അവരുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ആ സ്കോറും +2 മാർക്കും കൂടെ കൂട്ടിയിട്ടാണ് കേരളത്തിലെ ആർക്കിടെക്ചറിന്റെ റാങ്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? 4 കോഴ്സുകൾ, മെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബിഫാം, ആർക്കിടെക്ചർ. കേരളത്തിൽ പരീക്ഷയുള്ളത് എഞ്ചിനീയറിംഗിനും ബിഫാമിനും. +2 മാർക്ക് പരിഗണിക്കുന്നത് എഞ്ചിനീയറിംഗിനും ആർക്കിടെക്ചറിനും പകുതി +2ന്റെ മാർക്കും കൂടെ പരിഗണിക്കും. മെഡിക്കൽ വേണമെന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതേണ്ടത് നീറ്റിന്റെ സ്കോർ കേരള എൻട്രൻസ് കമ്മീഷൻ പരിഗണിച്ചിട്ട് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അപ്പോൾ ഈ 4 കാര്യങ്ങൾക്ക് കേരളത്തിലുള്ള 1.5 ലക്ഷം കുട്ടികൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റ് ce.kerala.gov.in. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ. അടുത്ത ആഴ്ച മുതൽ 1 മാസത്തേക്കായിരിക്കും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസരം. സർ, അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനും ബിഫാമിനും മെഡിക്കലിനും ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം? അതും ഒരൊറ്റ ആപ്ലിക്കേഷൻ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും എല്ലാവരുടെ ഒരു സംശയമാണിത്. ഇപ്പം നമ്മൾ 4 കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനൊരു ഒറ്റ ഓൺലൈൻ ആപ്ലിക്കേഷൻ മതിയോ എന്നുള്ളത് സംശയമാണ്. ഒറ്റ ആപ്ലിക്കേഷൻ മതി. ആ കേരള എൻട്രൻസ് കമ്മീഷൻ സമർപ്പിക്കുന്ന ഒറ്റ ആപ്ലിക്കേഷൻ വഴി ഞാൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് മെഡിക്കൽ സെലക്ട് ചെയ്യാം, എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യാം, ബിഫാം സെലക്ട് ചെയ്യാം, ആർക്കിടെക്ചർ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനും സെലക്ട് ചെയ്യാം. ഇതിന്റെ റാങ്ക് എല്ലാം കൂടെ വന്നാൽ എങ്ങനെ പ്രവേശനം കിട്ടുമെന്ന് നമുക്ക് തോന്നില്ലേ? ഇതിൻ്റെയൊക്കെ റാങ്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം നമ്മളാണ് ഓപ്ഷൻ കൊടുക്കുന്നത്. ഞാനാണ് പറയേണ്ടത് പല പല റാങ്ക് വന്നു. കേരള മെഡിക്കൽ റാങ്ക് വന്നു, കേരള എഞ്ചിനീയറിംഗ് റാങ്ക് വന്നു, കേരള ബിഫാം റാങ്ക് വന്നു. ഇനി ഞാനാണ് തീരുമാനിക്കുന്നത് ഏതിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിനനുസരിച്ചാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നത്. എനിക്ക് ഏറ്റവും താല്പര്യം CET, കേരളത്തിലെ CET തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ എൻ്റെ 1ാമത്തെ പ്രിഫറൻസ് ഓർഡർ CS CET എന്നുള്ളതാണ്. രണ്ടാമത് എനിക്ക് താല്പര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബിഫാം ആണ് പഠിക്കാമെങ്കിൽ അതേ വെബ്സൈറ്റ് വഴി തന്നെ അതേ എൻ്റെ ഓപ്ഷൻ, 2ാമത്തെ ഓപ്ഷൻ എന്താ? ബിഫാം എന്നുള്ളതാ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബിഫാം എന്ന് എനിക്ക് വെക്കാൻ സാധിക്കും. 3ാമതായിട്ട് എനിക്ക് ആഗ്രഹം കേരളത്തിലെ BSc അഗ്രികൾച്ചറിനാണെന്നുണ്ടെങ്കിൽ അത് അതേ വെബ്സൈറ്റ് വഴി തന്നെ എനിക്ക് BSc അഗ്രികൾച്ചർ എന്നുള്ളത് കൊടുക്കാൻ സാധിക്കും. അപ്പം ഈ പല റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാലും ഒരൊറ്റ വെബ്സൈറ്റ് വഴി അതാത് സമയത്ത്, ഇപ്പം മെഡിക്കലും എഞ്ചിനീയറിംഗും ബിഫാമും എല്ലാം ഒരുമിച്ച് ഓപ്ഷൻ കൊടുക്കാൻ വിളിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ അനുസരിച്ച് നമുക്ക് ഏറ്റവും താല്പര്യമുള്ളതിന് പ്രവേശനത്തിന് ഈ ഒരൊറ്റ വെബ്സൈറ്റ് വഴി സാധിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പം നമുക്ക് മെഡിക്കലിന് അപ്ലൈ ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹം ഗവൺമെൻറ് MBBS എന്ന് തന്നെയാണ്. അത്രയധികം സാധ്യതകളും ഏറ്റവും ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയൊരു UG പ്രോഗ്രാം MBBS. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹവും അതിന് തന്നെയാണ്. പക്ഷേ നമുക്ക് മെയ് 5-ാം തീയതി നീറ്റ് എക്സാം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. എത്രത്തോളം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുമെന്ന് അറിയാറായിട്ടില്ല. എത്രത്തോളം സ്വകാര്യ മേഖലയിലെ ഫീസ് വരുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ പല ഓപ്ഷൻസ് നോക്കി വെക്കും. അതുകൊണ്ട് നമ്മൾ എഞ്ചിനീയറിങ്ങിനും ബിഫാമിനും ഒക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കും. അപ്പം എഞ്ചിനീയറിംഗ് കൊടുത്തെന്ന് വിചാരിച്ചാൽ അത് മാത്രമായി പോവോ? ഒരിക്കലും ഇല്ല. പ്രിഫറൻസ് ഓർഡർ നമ്മളാണ് കൊടുക്കുന്നത് എന്നുള്ളത് മാത്രം ഓർത്താൽ മതി. നമുക്ക് ആ മെയ് 5-ന് ശേഷം അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ ഏതിനാണോ താല്പര്യം അത് മാത്രം ഓപ്ഷൻ കൊടുത്താൽ മതി. അതിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കാനുള്ള ഒരു വെബ്സൈറ്റാണ് KEAM 2020. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമായല്ലോ. കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം അല്ലെങ്കിൽ ജൂബിലി, അമല, കോലഞ്ചേരി പോലുള്ളിടത്ത് MBBS പഠിക്കണമെങ്കിലും അപ്ലൈ ചെയ്യേണ്ടത് KEAM-നാണ്. CET, TKM, MAC, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ BTech പഠിക്കണമെങ്കിലും അപ്ലൈ ചെയ്യേണ്ടത് കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റാണ്. അതുപോലെ തന്നെ കോഴിക്കോടും തിരുവനന്തപുരത്തും ഒക്കെ ബിഫാം പഠിക്കണമെങ്കിലും അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റാണ്. ഒരൊറ്റ കുട്ടിക്ക് ഒരൊറ്റ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇതിലൊക്കെ അപേക്ഷിക്കാനും പരീക്ഷ എഴുതാനും എല്ലാ റാങ്ക് ലിസ്റ്റിലും ഇടം പിടിക്കാനും സാധിക്കുകയും ചെയ്യും. ഇനി യാതൊരുവിധ റിസർവേഷനും ഇല്ലാന്നിരിക്കെ എന്താണ് ഒരു ജനറൽ ആയിട്ടൊരു കുട്ടിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് സാറ് ചോദിച്ചത്. നമ്മളത് പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞാണ് അല്ലേ. അതായത് കേരളത്തിൽ എന്താണ് KEAM അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത? അച്ഛൻ, അമ്മ, കുട്ടി ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചിരിക്കണം. ഇവർ 3 പേരും ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ അത് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. കുട്ടി കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചെന്നുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിരിക്കണം. അപ്പം അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്.
ഈ 3 പേരിൽ ആരാണോ കേരളത്തിൽ ജനിച്ചത് അതിന് പല രീതികളുണ്ട്. അപ്പോൾ നമ്മൾ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൻ്റെ കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന ഒരു രേഖ വേണം എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പാക്കണം. ഇനി കേരളത്തിൽ ഈ 3 പേരും ജനിച്ചിട്ടില്ലെങ്കിൽ 8 മുതൽ 12 വരെ കേരളത്തിൽ പഠിച്ചാലും നമുക്ക് സീറ്റ് കിട്ടും. കമ്മ്യൂണിറ്റി റിസർവേഷൻ കിട്ടുകയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 8 മുതൽ 12 വരെ കേരളത്തിൽ പഠിച്ചെന്നുള്ള കേരളത്തിലെ +2 പഠിച്ച സ്കൂളിൻ്റെ പ്രിൻസിപ്പളിൻ്റെ ലെറ്റർ അപ്ലോഡ് ചെയ്താലും ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താലും കീമിന് അപേക്ഷിക്കാം. അപ്പോൾ എല്ലാവരും കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റാണ് ജന്മസ്ഥലം കാണിക്കുന്ന രേഖ. കുട്ടി കേരളത്തിൽ ജനിച്ചിട്ടില്ലെങ്കിൽ അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചെന്ന് കാണിക്കണം. കേരളത്തിൽ ഒരു സ്ഥലം കാണിച്ചിരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ്. നമുക്ക് 17 വയസ്സായിരിക്കണമെന്ന നിബന്ധനയുണ്ടല്ലോ. 2007 ഡിസംബർ 31-നുള്ളിലെങ്കിലും നമുക്ക് നമ്മൾ 17 എത്തിയിരിക്കണം. ഓൺ ഓർ ബിഫോർ 2007 ഡിസംബർ 31. അപ്പം അതിന് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ചെയ്യാനായിട്ട് 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കണം. 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി, പാസ്പോർട്ട് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പം ഡേറ്റ് ഓഫ് ബർത്തിന് ഒരു പ്രൂഫ് വേണമെന്നുള്ള കാര്യം ഓർക്കുക. മൂന്നാമതായിട്ട് അപ്പോൾ ഇതിനകത്തൊക്കെ പേര് ഒരുപോലെ ആയിരിക്കണം. കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ഒരുപോലെ ഇരിക്കണം. ഇനി മൂന്നാമതായിട്ട് 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്. 10ാം ക്ലാസ് അപ്പം രണ്ടും ചോദിക്കുന്നത് രണ്ടിടത്ത് ഒരേ രേഖ മതി, ധാരാളം മതി. ഇപ്പൊ 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ജന്മസ്ഥലം അതിനകത്തുണ്ട്. അപ്പൊ നേറ്റിവിറ്റിയിലുള്ള സ്ഥാനത്ത് 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യാം. സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചതെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫിന് അതിനും 10ാം ക്ലാസ്സിന്റെ മാർക്ക് അപ്ലോഡ് ചെയ്യാം. 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, അവിടെയും അത് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഒരൊറ്റ ഫയൽ 3 അപ്ലോഡ് ചെയ്യാം. അത് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി കീമിന് അപേക്ഷിക്കാം. പിന്നെ ഫോട്ടോയും സിഗ്നേച്ചറും മാത്രം മതി. ഫോട്ടോയിൽ പേരും ഡേറ്റും വേണം, ഒന്നും വേണ്ട. നീറ്റിന് അപേക്ഷിച്ച് അതേ ഫോട്ടോ വേണം, ഒരു നിർബന്ധവുമില്ല. കീമിന് അപേക്ഷിക്കുമ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒരു സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തിരിക്കണം. എന്താണ് നീറ്റിന് കൊടുത്ത പേര്, നീറ്റിന് കൊടുത്ത കാറ്റഗറി എന്താണ്, നീറ്റിന് NRI എന്നാണോ കൊടുത്തത്, നീറ്റിന് 10ാം ക്ലാസ്സിൽ കൊടുത്തത് എന്താണ്, 10ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിന്റെ പേരെന്താ, ഇതൊന്നും നോക്കില്ല. നീറ്റിൽ നിന്ന് ആകെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത് അവിടുന്ന് മാർക്ക് മാത്രമേ ഇങ്ങോട്ട് എടുക്കുകയുള്ളൂ. അവിടുത്തെ ഒരു ഡേറ്റയും എടുക്കുകയില്ല. ആ മാർക്ക് മാത്രം എടുത്തിട്ടാണ് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പം നീറ്റിന് കൊടുത്ത ഫോട്ടോ വേണമെന്നോ അതിൻ്റെ കൊടുത്ത കാറ്റഗറി ഇത് തന്നെ ഇവിടെ കൊടുക്കണമെന്നോ ഒന്നുമില്ല എന്നുള്ളത് ഓർക്ക്. ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റാബേസ് ആണ് കേരള എൻട്രൻസ് കമ്മീഷനുടേത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോട്ടോ, സിഗ്നേച്ചർ, കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ഒരാൾക്ക് കേരള മെഡിക്കലിനും കേരളത്തിലെ എഞ്ചിനീയറിങ്ങിനും BPharmനും ആർക്കിടെക്ചറിനും ഓൺലൈനായിട്ടൊരൊറ്റ അപേക്ഷയിലൂടെ തന്നെ അപേക്ഷ സമർപ്പിക്കാം. ഇനി എഞ്ചിനീയറിങ്ങിന് പോകുന്നില്ലെങ്കിൽ എല്ലാവരും എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ഈ 4 ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. വേണ്ടത് മാത്രം മതി. മെഡിക്കലിനെ പോകുന്നുണ്ടെങ്കിൽ മെഡിക്കലിന് മാത്രം അപ്ലൈ ചെയ്താൽ മതി. എഞ്ചിനീയറിംഗ് മാത്രമേ പോകുന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അതിനനുസരിച്ചുള്ള ആപ്ലിക്കേഷൻ ഫീസ് മാത്രമേ വരികയുള്ളൂ. 4 കോഴ്സുകളുമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ കഴിഞ്ഞ തവണ 900 രൂപയായിരുന്നു ജനറലിനായിട്ട്. മെഡിക്കൽ മാത്രമാണ്, മെഡിക്കലിന് പരീക്ഷയില്ലല്ലോ. അപ്പം മെഡിക്കൽ മാത്രമാണെങ്കിൽ 500 രൂപ കഴിഞ്ഞാണ് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരുന്നുള്ളൂ. ST വിഭാഗമൊക്കെ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസേ ഇല്ല, അവർക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. പക്ഷെ എന്നാലും അപ്ലൈ ചെയ്യണം. അതാണ് ജനറൽ ആയിട്ടുള്ള ഒരാൾ അപ്ലൈ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സാർ, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമുക്ക് മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, BPharm, ആർക്കിടെക്ചർ 4 കോഴ്സുകളാണെന്നുള്ളത് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നത്. ഇതിൽ മെഡിക്കൽ എന്നുള്ളതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇൻകം സർട്ടിഫിക്കറ്റിന് യാതൊരു വാലിഡിറ്റിയും ഇല്ല എന്നുള്ളത് ഓർക്കിരിക്കുക. ഇപ്പം നമ്മൾ OBC നോൺ ക്രിമിലെയർ ആണ്, ഇൻകം സർട്ടിഫിക്കറ്റ് വേണമെന്ന് എല്ലാവരും ചോദിക്കും. വേണ്ട, നോൺ ക്രിമിലെയർ മാത്രം മതി. ഇൻകം നിങ്ങൾക്ക് ഒരു വർഷം 10,000 രൂപയാണെങ്കിലും 10 ലക്ഷം രൂപയാണെങ്കിലും നിങ്ങൾക്ക് ഒരേ എഫക്റ്റാണ്. നോൺ ക്രിമിലെയർ അനുസരിച്ച് സീറ്റ് കിട്ടും, യാതൊരുവിധ ഫീസ് കൺസെഷനും കിട്ടില്ല. ഇനി EWS ആണ്, ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് ചോദിക്കും. വേണ്ട, EWS സർട്ടിഫിക്കറ്റ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. അപ്പം മെഡിക്കൽ എന്നാണ് കോഴ്സ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഇനി അപ്ലോഡ് ചെയ്തെന്നോർത്ത് കുഴപ്പമുണ്ടോ? ഒരാൾ നോൺ ക്രിമിലെയർ, അയാളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് 12 ലക്ഷം അപ്ലോഡ് ചെയ്തെന്നോർത്തുകൊണ്ട് കുഴപ്പമുണ്ടോ? യാതൊരു കുഴപ്പമില്ല. അപ്പം ഇൻകം സർട്ടിഫിക്കറ്റിന് യാതൊരുവിധ പ്രാധാന്യവും ഇല്ല എന്ന് മാത്രം ഓർത്താൽ മതി. അപ്ലോഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരേ എഫക്റ്റാണ്. ഇനി മെഡിക്കലിന് അപ്ലോഡ് ചെയ്യേണ്ട ഒരു വിഭാഗമുണ്ട്. ആരാണ്? OEC. കേരളത്തിൽ ഗവൺമെന്റ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും 1 രൂപ പോലും ഫീസ് കൊടുക്കാതെ പഠിക്കാൻ പറ്റും OEC ആണെങ്കിൽ. അങ്ങനെ OEC വിഭാഗമാവുകയും ആനുവൽ ഇൻകം 6 ലക്ഷത്തിൽ താഴെ ആകുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ OEC എന്ന് പറഞ്ഞ റിസർവേഷൻ കിട്ടുകയുള്ളൂ. OECക്കായിട്ട് സെപ്പറേറ്റ് ഒരു സർട്ടിഫിക്കറ്റ് വേണോ? വേണ്ട.
നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റും 6 ലക്ഷത്തിൽ താഴെയുള്ള ഇൻകം സർട്ടിഫിക്കറ്റും മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഇനി മെഡിക്കലിന് SC ST ഒക്കെ വിഭാഗമുണ്ട്, അവരൊക്കെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണോ? വേണ്ട. SC സർട്ടിഫിക്കറ്റും ST സർട്ടിഫിക്കറ്റും മാത്രം മതി. ഇൻകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആകെ മെഡിക്കലും ഇൻകം സർട്ടിഫിക്കറ്റ് ബന്ധമുള്ളത് OEC കാറ്റഗറിക്ക് മാത്രം. ഇനി എഞ്ചിനീയറിങ്ങിന് ഗവൺമെന്റ് മേഖലയിൽ എത്ര രൂപ ഫീസ്? 9,000 രൂപ. അർദ്ധ സർക്കാർ മേഖലയിൽ എത്ര ഫീസ്? 35,000 രൂപയും 60,000 രൂപയും. സ്വകാര്യ മേഖലയിൽ എഞ്ചിനീയറിംഗിന് എത്ര ഫീസ്? 70,000 രൂപ. അപ്പം നമ്മളുടെ വാർഷിക വരുമാനം കുറവാണെങ്കിൽ 25,000 രൂപയാണ്, അല്ലെ 1 ലക്ഷമാണ്, അല്ലെ 2 ലക്ഷമൊക്കെ ആണെങ്കിൽ വാർഷിക വരുമാനം കുറവുള്ള കുട്ടികൾക്ക് ഫീസ് കൺസെഷൻ ഉണ്ട്, ഫീ വേവർ സ്കീമുണ്ട്. ഓരോ കോഴ്സിനും ഉണ്ട്. ഒരു കോളേജിൽ 4 കോഴ്സിനുണ്ടെങ്കിൽ ആ 4 കോഴ്സിനും കിട്ടും. അപ്പം വരുമാനം കുറവുള്ളവർ എഞ്ചിനീയറിംഗിനാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ ഒത്തിരി പ്രയോജനമുണ്ട്. ഈ പറയുന്ന അർദ്ധ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ഗവൺമെന്റ് ഫീസിൽ പഠിക്കാം. അപ്പം എഞ്ചിനീയറിംഗിനുണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന ഏത് ആൾക്കാരാണെങ്കിലും, ജനറൽ ആണെങ്കിലും OBC ആണെങ്കിലും EWS ആണെങ്കിലും ആരാണെങ്കിലും ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. എഞ്ചിനീയറിംഗിന് SC ST ഇൻകം സർട്ടിഫിക്കറ്റ് വേണോ? വേണ്ട. അവർക്ക് മെഡിക്കൽ ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഫീസ് ഇല്ല. SC ആണെങ്കിലും ST ആണെങ്കിലും ഒരു കോഴ്സിനും ഗവൺമെന്റ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ഫീസ് ഇല്ല. അപ്പോൾ അവർ ഇൻകം സർട്ടിഫിക്കറ്റ് എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പം എല്ലാവരും ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്നുള്ളതിന് ചോദ്യം കൃത്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. സാർ, ഇപ്പോൾ നീറ്റിനും ജെയ്ക്കും ഒക്കെ അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ തഹസിൽദാറിൽ നിന്നുള്ള OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ അവർ കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യകത തന്നെയുള്ളൂ, അതോ വേറെ എടുക്കണം? തീർച്ചയായിട്ടും എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണിത്. കാരണം ഇപ്പം നീറ്റ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടും JEE ഒക്കെ ആപ്ലിക്കേഷനും വേണ്ടിയിട്ട് തഹസീൽദാരിൽ നിന്ന് നോൺ ക്രിമിനൽ എടുത്തു വെച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസറെക്കാളും സുപ്രീം ആയിട്ടുള്ള അതോറിറ്റിയാണ് തഹസീൽദാരും. അതുപോലെ EWSും നമ്മൾ തഹസീൽദാരിന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതേ സർട്ടിഫിക്കറ്റ് തന്നെ കീമിനും അപ്ലൈ ചെയ്താൽ പോരെ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പോരാ. കേരളത്തിൽ നിർബന്ധമായിട്ടും ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, ലാറ്റിൻ കാത്തലിക്സ്, ധീവര എല്ലാവരും വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള സ്റ്റേറ്റ് പർപ്പസിനുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യണം. തഹസീൽദാരെന്നുള്ളത് അനുവദിക്കുകയില്ല. അത് ക്ലിയറാണ്. കേരളത്തിൽ EWSന് വേറൊരു നിയമമാണ്. നിർബന്ധമായിട്ടും കേരളത്തിലെ വില്ലേജ് ഓഫീസർ തരുന്ന EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ റിസർവേഷൻ കിട്ടുകയുള്ളൂ. നീറ്റിനും JEE നമ്മൾ കാറ്റഗറി പറയുക, OBC ആണെന്ന് പറയുക. കീമിന് അങ്ങനെയല്ല. കീമിന് ഞാൻ പറയുന്നത് ഞാൻ ഈഴവയാന്നേ പറയുന്നുള്ളൂ, അല്ലെ ഞാൻ മുസ്ലിം ആണെന്നേ പറയുന്നുള്ളൂ. ഞാൻ നോൺ ക്രിമിലെയർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ആപ്ലിക്കേഷൻ ഈഴവയിലോട്ട് മാറും, അല്ലെങ്കിൽ മുസ്ലിമിലോട്ട് മാറും, അല്ലെങ്കിൽ OECയിലോട്ട് മാറും. എൻ്റെ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിട്ടാണ് എൻ്റെ ആപ്ലിക്കേഷൻ ആ കാറ്റഗറിയിലോട്ട് മാറുന്നത്. അവിടെ നമ്മൾ OBC ആണെന്നോ OEC ആണെന്നോ EWS ആണെന്നോ ഒന്നും നമുക്ക് പറയാനാവില്ല. നമ്മളത് പറയും, പക്ഷെ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴേ നമ്മുടെ ആപ്ലിക്കേഷൻ ആ ഒരു കാറ്റഗറിയിലോട്ട് മാറ്റപ്പെടുകയുള്ളൂ. അപ്പം NRIക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് വാലിഡ് ആണെങ്കിൽ എൻ്റെ ആപ്ലിക്കേഷൻ NRIയിലോട്ട് മാറും. അപ്പോൾ ഏത് റിസർവേഷൻ ആണെങ്കിലും ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിയുമ്പോഴേ ആ കാറ്റഗറിയിലോട്ട് മാറുമെന്നുള്ളതും ഓർത്തിരിക്കുക. സർ, അതുപോലെ ഇന്റർകാസ്റ്റ് മാരേജ് ഒക്കെ കഴിഞ്ഞ മാതാപിതാക്കൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ റിസർവേഷൻ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും? മിശ്ര വിവാഹിതരുടെ മക്കൾക്കായിട്ട് കേരള മെഡിക്കലിന് സീറ്റുകളൊന്നുമില്ല. പക്ഷേ അവർക്ക് ചില ആനുകൂല്യങ്ങളുണ്ട്. ഇപ്പം അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിൽ പെടുകയും അതിൽ കൂടുതൽ റിസർവേഷൻ കിട്ടാൻ സാധ്യതയുള്ളത് ഏതിനാണോ അത് നമുക്ക് ക്ലെയിം ചെയ്യാം. അപ്പം അച്ഛൻ ജനറൽ, അമ്മ OBC, നമുക്ക് കുട്ടി ജീവിക്കുന്നതും എല്ലാം അച്ഛൻ്റെ ഇതനുസരിച്ചാണ്. നമ്മൾ ജനറലായിട്ടാണെങ്കിലും അമ്മയുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ തരുമെങ്കിൽ വില്ലേജ് ഓഫീസർ തരണം. അത് അതോറിറ്റി വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നൽകാൻ തയ്യാറായ നമുക്ക് ആ OBC റിസർവേഷൻ കിട്ടും. അവിടെ മിശ്ര വിവാഹിതർ എന്ന് പറഞ്ഞൊരു റിസർവേഷൻ അല്ല, ആ OBC റിസർവേഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അച്ഛൻ നായർ, അമ്മ ഈഴവ, അല്ലെങ്കിൽ അച്ഛൻ റോമൻ കാത്തലിക്സ്, അമ്മ ലാറ്റിൻ കാത്തലിക്സ്, ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ആ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ തരുമെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ നമ്മളെ പരിഗണിക്കും. ആ റിസർവേഷൻ കിട്ടുകയോ ചെയ്യുന്നത്. അവിടെ ഇന്റർകാസ്റ്റ് ആയതുകൊണ്ട് കിട്ടിയതല്ല, വില്ലേജ് ഓഫീസർ നോൺ ക്രിമിനൽ തന്നുകൊണ്ടാണ് നമുക്ക് ആ റിസർവേഷൻ കിട്ടിയത്. അത് കേരള പ്രോസ്പെക്ടസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ റിസർവേഷൻ ഏതിനാണോ കിട്ടുന്നത് അത് നമുക്ക് ക്ലെയിം ചെയ്യാം.
ഇനി അച്ഛനും അമ്മയും ആരെങ്കിലും ഒരാൾ SC-ലോ ST-ലോ പെട്ടവരാണെന്നിരിക്കട്ടെ, അച്ഛൻ ഈഴവ, അമ്മ SC അല്ലെങ്കിൽ ST, ഇവിടെ നമുക്ക് തഹസീൽദാർ എന്നുള്ള ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ നമ്മളെ സീറ്റ് തരുന്നത് അച്ഛൻ്റെ ഈഴവ എന്നുള്ള അനുസരിച്ച് നമുക്ക് സീറ്റ് തരുള്ളൂ. പക്ഷേ ഗവൺമെന്റ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ഫീസ് ഇല്ലാതെ പഠിക്കാം. അപ്പം അമല മെഡിക്കൽ കോളേജിൽ ഈഴവ എന്നുള്ള രീതിയിൽ നമുക്ക് സീറ്റ് കിട്ടും. പക്ഷെ അമ്മയോ അല്ല അച്ഛനോ ആരെങ്കിലും ഒരാൾ SC-യോ ST-യോ ആയതിന്റെ പേരിൽ നമുക്ക് അവിടെ ഫീസ് കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പം അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാവുകയും അതിലൊരാളെങ്കിലും SC-യോ ST-യോ ആണെങ്കിൽ നമുക്ക് ട്യൂഷൻ ഫീസ് ഒഴിവായി കിട്ടുമെന്നുള്ളതും കീമിന്റെ പ്രത്യേകതയാണ്. അപ്പൊ സീറ്റ് കിട്ടുന്നത് അച്ഛന്റെ സമുദായം വെച്ചിട്ട് കുട്ടിയുടെ കാൻഡിഡേറ്റ് എന്താണോ അതിനുള്ള നോൺ ക്രിമിലെയറോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജനറൽ ആയിരിക്കാം. അച്ഛനും അമ്മയും ഒരാൾ നായർ, മറ്റേയാൾ SC-ലോ ST-ലോ പെട്ട ആളാണ്. കുട്ടിയും ജനറൽ ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പം നമുക്ക് സീറ്റ് കിട്ടുന്നത് ജനറലായിട്ടേ സീറ്റ് കിട്ടുള്ളൂ. പക്ഷെ ജനറലായിട്ട് കിട്ടിയാലും ഇന്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് തഹസീൽദാരെന്നുള്ളത് കൊണ്ട് ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാം. ഇങ്ങനെയുള്ള പ്രത്യേകതകളാണ് കീമിന് കൂടുതലായിട്ട് ഉള്ളത്. സർ, അതുപോലെ തന്നെ NCC, എക്സ് സർവീസ്, സ്പോർട്സ് കോട്ടയൊക്കെ ബന്ധപ്പെട്ട് എന്തൊക്കെ റിസർവേഷൻസ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കും? ഈ കമ്മ്യൂണിറ്റി റിസർവേഷൻ ഒക്കെ കിട്ടുന്ന കുട്ടികൾക്കും പലവിധ റിസർവേഷൻ, അവനവന് ഏതൊക്കെ റിസർവേഷൻ ഉണ്ടോ അതിനൊക്കെ അപ്ലൈ ചെയ്യാം. ഇപ്പം ജനറലായിട്ട് ഒരാൾക്ക് എക്സ് സർവീസ്മെൻ കോട്ട ഉണ്ടെങ്കിൽ ജനറലും എക്സ് സർവീസും ആകും. അദ്ദേഹത്തിന് കുട്ടിക്ക് സ്പോർട്സിൽ പങ്കെടുക്കാൻ അതിനും അപ്ലൈ ചെയ്യാം. അപ്പം OBC ഉള്ള ആൾക്ക് സ്പോർട്സ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. അപ്പം അയാൾക്ക് എലിജിബിലിറ്റി ഉള്ള എല്ലാ റിസർവേഷനും ഈ ഒരു ഒറ്റ വിൻഡോയിൽ കൂടി കൊടുക്കാം. ഇനി അയാൾ ചിലപ്പോൾ NCC കാഡറ്റ് ആയിരിക്കും, അതും കൊടുക്കാം. അപ്പൊ എന്തൊക്കെ റിസർവേഷൻ ഉണ്ടോ അതിനെല്ലാം കൊടുക്കാമെന്നുള്ളതാണ്. ഇനി ക്രിസ്ത്യൻ ആണെന്നിരിക്കട്ടെ, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു കുട്ടിക്ക് എന്തൊക്കെ കാറ്റഗറിയിൽ ഉണ്ടോ അതൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള റിസർവേഷൻസ് ആണ് എക്സ് സർവീസ്മാൻ, NCC, അതുപോലെ തന്നെ സ്പോർട്സ്, മൈനോറിറ്റി എന്നിവ. അതിൽ എക്സ് സർവീസ്മാന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 6 സീറ്റുകളാണ്. ഇതെല്ലാത്തിനും ഉണ്ട്. അഗ്രികൾച്ചറിനും വെറ്റിനറിക്കും ഒക്കെ സീറ്റുണ്ട്. MBBS-ന് 6 സീറ്റുകളാണ്. കീമിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചു കഴിയുമ്പോൾ അതിനകത്ത് പെർഫോമ ഉണ്ട്. ആ പെർഫോമ ഡൗൺലോഡ് ചെയ്തിട്ട് ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ പോയി ഒപ്പിട്ട് തിരിച്ച് മേടിച്ച് അപ്ലോഡ് ചെയ്താൽ ജനറലായിട്ടും അഡീഷണൽ ആയിട്ട് ഈ 6 സീറ്റിനും പരിഗണിക്കും. ഇനി സ്പോർട്സ് കോട്ട, സ്പോർട്സിന് 11 സീറ്റുകളാണ് ഉള്ളത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ. ഇതിൽ 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഏതൊക്കെ ഇവന്റിൽ സ്റ്റേറ്റ് ലെവല്, നാഷണൽ ലെവല്, ഇന്റർനാഷണൽ ലെവലിൽ പങ്കെടുക്കുകയോ വിന്നർ ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ എല്ലാം കോപ്പിയും ഈ കീമിന് അപേക്ഷിച്ച കോപ്പിയും കൂടെ സ്പോർട്സ് കൗൺസിലിന് അയച്ചു കൊടുക്കണം. ഇതിനകത്തൊന്നും അപ്ലോഡ് ചെയ്യാനില്ല, ഒറിജിനൽ അയക്കുകയും ചെയ്യരുത്. നമ്മൾ സ്പെഷ്യൽ റിസർവേഷൻ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് കീമിന്റെ ആപ്ലിക്കേഷനും ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ നമ്മൾ സ്പോർട്സ് കൗൺസിലിന് അയച്ചു കൊടുത്താൽ സ്പോർട്സിന്റെ ആ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ നമ്മൾ വരും. NCCക്ക് 2 സീറ്റാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS-നായിട്ടുള്ളത്. അതിന് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് നോർമലി ഇപ്പോൾ ഒരു 11-12 ക്ലാസ്സിൽ ഒരു NCC കേഡറ്റ് ആയതുകൊണ്ട് കിട്ടില്ല. നമുക്ക് ഈ രാഷ്ട്രപതിയുടെയൊക്കെ പ്രതിഭാ പുരസ്കാരമുണ്ട്, അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തത് കൊണ്ടോ അങ്ങനെ നാഷണൽ ലെവലിൽ പങ്കെടുത്താലൊക്കെ അവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അത്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? കീമിന് അപ്ലൈ ചെയ്യുമ്പം NCC എന്നുള്ള സ്പെഷ്യൽ റിസർവേഷൻ കൊടുക്കണം. ഒരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ട. കീമിന്റെ ആപ്ലിക്കേഷൻ ഫോമും നമ്മുടെ ഉള്ള ഈ NCCയുടെ സർട്ടിഫിക്കറ്റുമായിട്ട് ജില്ലാ തലത്തിലുള്ള NCCയുടെ ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ആ സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരത്തോട്ട് ഫോർവേഡ് ചെയ്യണം. അതാണ് അവർ ചെയ്യേണ്ടത്. ഇനി എന്താണ് മൈനോറിറ്റി കോട്ട? ഇപ്പോൾ കേരളത്തിലെ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ 7 കോളേജുകൾ ക്രിസ്ത്യൻ വിഭാഗത്തിനും 6 കോളേജുകൾ മുസ്ലിം വിഭാഗത്തിൻ്റെയും ഓണർമാർ ആ വിഭാഗക്കാരാണ്. അപ്പം അവരുടെ കുട്ടികൾക്കാണ് അവിടുത്തെ 35% സീറ്റുകളും. അത് നമ്മുടെ ഫീസ് എത്രയാണോ, ഇപ്പോൾ 7.5 ലക്ഷം ആണെങ്കിൽ ഫീസെങ്കിൽ ആ 7.5 ലക്ഷത്തിന് തന്നെ നമുക്ക് ആ വിഭാഗത്തിന് പഠിക്കാം. അതിന് ക്രിസ്ത്യൻസ് ആണെങ്കിൽ ക്രിസ്ത്യന് കാണിക്കുന്ന ഒരു രേഖ അപ്ലോഡ് ചെയ്യണം. ഇപ്പം 10ാം ക്ലാസ്സിൽ ക്രിസ്ത്യൻ ഉണ്ട്, അത് മതി. മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് ആ 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മതി. സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ ക്രിസ്ത്യൻ ഉണ്ട്, അത് അപ്ലോഡ് ചെയ്താൽ മതി. TC ഏതെങ്കിലും ഒരു ഗവൺമെന്റ് പ്രൂഫിൽ, പള്ളി എന്നുള്ള സർട്ടിഫിക്കറ്റ് അങ്ങനെ പോരാ, ഒരു ഗവൺമെന്റ് പ്രൂഫിൽ ക്രിസ്ത്യൻ എന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മൈനോറിറ്റി സ്റ്റാറ്റസ് ആകും. സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ ക്രിസ്ത്യൻ സമൂഹത്തിനായിട്ടുള്ള 7 കോളേജുകളിലെ 400 സീറ്റിന് 7.5 ലക്ഷം രൂപയ്ക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു അർഹത കിട്ടും. നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് അതും കൂടെ കൊടുത്തേച്ചാൽ മതി. ഇനി നമ്മൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അക്ഷയയിൽ നിന്ന് കാസ്റ്റ്,
കമ്മ്യൂണിറ്റി, മൈനോറിറ്റി ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും പേരിൽ ഒരു സർട്ടിഫിക്കറ്റ് എടുത്താൽ മതി. വില്ലേജ് ഓഫീസറിനോ തഹസീൽദാരിൽ നിന്നോ എടുക്കാം. ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മൈനോറിറ്റി നമുക്ക് ക്ലെയിം ചെയ്ത് വെക്കാം. ഇപ്പം 650 മാർക്കുള്ള ഒരു കുട്ടിയാണ്, അദ്ദേഹത്തിന് ഇതിൻ്റെ ആവശ്യം വരുമോ? ഇല്ല. കാരണം ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടും. 580 മാർക്കുള്ള ഒരാൾ, അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യം വരുമോ? ചിലപ്പോൾ വരും. അയാൾക്ക് ചില പർട്ടിക്കുലർ കോളേജിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ ആ കോളേജിൽ കൊടുക്കണേ ചിലപ്പോൾ മൈനോറിറ്റി വെച്ച് കൊടുത്താൽ അത് കിട്ടും. അപ്പോൾ ഇപ്പം സ്ഥിരമായിട്ട് നമ്മളൊരു 600 നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യണമെന്നൊരു സംശയം തോന്നും. അപ്ലോഡ് ചെയ്യുന്നത് നല്ലത്. പിന്നെ ഇത് ഉപയോഗിക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മെയ് 5-ന് ശേഷം തീരുമാനിക്കാം. അപ്പം എല്ലാം കൊടുത്തു വെക്കുന്നതാണ് നല്ലത്. ഏതൊക്കെ രീതിയിൽ ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. 450 മാർക്കുള്ള ഒരാളാണ് ഏറ്റവും അധികം പ്രയോജനം ഈ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടാണ്. കാരണം ഒരു 500 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ മെറിറ്റ് കിട്ടുള്ളൂ. മൈനോറിറ്റി ആണെങ്കിൽ ഒരു 450 മാർക്ക് ഉണ്ടെങ്കിലും കിട്ടും. അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ മുസ്ലിം സമുദായമാണെങ്കിൽ നോൺ ക്രിമിലെയർ എല്ലാവരും തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരൊറ്റ നോൺ ക്രിമിലെയർ കൊണ്ട് തന്നെ ജനറലായിട്ടും OBC ആയിട്ടും മൈനോറിറ്റി ആയിട്ടും MESലും ട്രാവൻകൂറിലും ഒക്കെ പരിഗണിക്കും. അപ്പം പ്രത്യേകിച്ച് അവർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. മൈനോറിറ്റി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട. പക്ഷേ ക്ലാസ് 1 ജീവനക്കാർ, കളക്ടർമാർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നോൺ ക്രിമിലെയർ കിട്ടുകയില്ല. അല്ലെങ്കിൽ വലിയ വരുമാനമുള്ളവർക്ക് നോൺ ക്രിമിലെയർ കിട്ടൂല. അങ്ങനെ നോൺ ക്രിമിലെയർ കിട്ടാത്ത മുസ്ലിംസ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ മൈനോറിറ്റിയിൽ പരിഗണിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവർക്കും 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി, മൈനോറിറ്റി ആയിട്ട് പരിഗണിക്കും. അപ്പം മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും അതെല്ലാവരും കൊടുക്കണം എന്നുള്ളതും ഓർത്തു വെച്ചാൽ മാത്രം മതിയാകും. സർ, ഇപ്പോൾ ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, NRI സീറ്റ് ആ കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി മെയ് 5-ന് ശേഷം അതിനെക്കുറിച്ച് അപ്ലൈ ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ മതിയാവും. തീർച്ചയായിട്ടും കൂടുതൽ പേരൻസിൻ്റെ ഒരു തോട്ട് അങ്ങനെ തന്നെയാണ്, ഒരു ചിന്ത അങ്ങനെ തന്നെയാണ്. എന്നാൽ അങ്ങനെയല്ല. ഇപ്പം നമ്മുടെ കുട്ടി ഒരു ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇൻ കേസ് മെയ് 5-ാം തീയതി അല്പം മാർക്ക് കുറഞ്ഞാലാണെങ്കിൽ പോലും ഒരു NRI സീറ്റ് കേരളത്തിൽ ആഗ്രഹം ഉണ്ടെന്നിരിക്കട്ടെ. ഇനി അതല്ല, ഒരു 550 മാർക്ക് ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു കോളേജിൽ നമ്മുടെ കുട്ടിയെ വിടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ 1-2 നല്ല കോളേജ് അവരുടെ മനസ്സിലുള്ളത്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ വീടിനടുത്തുള്ള കോളേജ് ഏറ്റവും നല്ലത്. പക്ഷെ ചില പേരൻസിനുണ്ട് ഇന്ന കോളേജിൽ വിടണമെന്നുണ്ട്. അപ്പം ഒരു 550 മാർക്കാണെങ്കിലും എനിക്ക് ഇന്ന പർട്ടിക്കുലർ കോളേജിൽ വേണം, അങ്ങനെയാണ് എനിക്കിപ്പം നോർമലി ഒരു സീറ്റ് വേണ്ട, എനിക്ക് NRI ആണെങ്കിലും ആ കോളേജ് മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മെയ് 5-ന് ശേഷം തീരുമാനിക്കാനാവില്ല. ഈ അപ്ലൈ ചെയ്യുന്ന മാർച്ചിലും ഏപ്രിലും തന്നെ NRIയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പം പേടി എന്താണ്? ഞാൻ NRI സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും എനിക്ക് നല്ല മാർക്ക് കിട്ടുകയും ചെയ്താൽ ഗവൺമെന്റ് സീറ്റ് കിട്ടാതെ പോകുമെന്നൊരു പേടി വരികയല്ലേ? അല്ലെങ്കിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ നോർമൽ 7.5 ലക്ഷത്തിന്റെ ഫീസ് കിട്ടാതെ വരില്ലേ, NRI മാത്രമായി പോവില്ലേ എന്ന് എല്ലാവരും പേടിക്കുകയല്ലേ? ഇല്ല. ഇത് നമ്മളൊരു ബാക്കപ്പ് പ്ലാൻ ആയിട്ട് എടുത്തു വെക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്കൊരു 600 മാർക്കുണ്ടെങ്കിൽ ഏത് കോളേജും എടുക്കാം. 650 മാർക്കുണ്ടെങ്കിൽ ഏത് ഗവൺമെൻറ് കോളേജും എടുക്കാം. 550 മാർക്കാണെങ്കിൽ നമുക്ക് NRI വേണ്ട, നമുക്ക് കിട്ടുന്ന കോളേജിൽ പഠിക്കാം. 500 മാർക്കാണെങ്കിലും കിട്ടുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നമുക്ക് പഠിക്കാം, ഒരു പ്രശ്നവുമില്ല. 500 മാർക്കിലും അല്ലെങ്കിൽ 550 മാർക്കിലും താഴെ പോവുകയും ഏതെങ്കിലും ഒരു കോളേജ് കിട്ടുകയോ അല്ലെങ്കിൽ ഒരു കോളേജും കിട്ടാതെ വരുന്നൊരു സാഹചര്യത്തിൽ എനിക്ക് 21 ലക്ഷത്തിൻ്റെ MBBS വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ NRIക്ക് അപ്ലൈ ചെയ്യണം. ഇനി പിന്നീടൊരു അവസരം ഉണ്ടാവുകയില്ല. അതിന് അച്ഛനോ അമ്മയോ തന്നെ NRI ആണ് നിർബന്ധമില്ല. ഏറ്റവും എളുപ്പം അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ NRI ആണെങ്കിൽ അവരുടെ വിസ, പാസ്പോർട്ട്, വിസ എന്ന് പറയുന്നത് ഡിസംബർ 31 വരെ വാലിഡ് ഉള്ളതായിരിക്കണം. 31 ഡിസംബർ 31 വരെ, അതായത് 2024 ഡിസംബർ 31 വരെ വാലിഡ് ഉള്ള ഒരു വിസ. അപ്പം സ്വാഭാവികമായിട്ട് ഇപ്പം എല്ലാവരും ചോദിക്കാനായിട്ട് എടുക്കുന്നത് എന്തായിരിക്കും? എൻ്റെ വിസ ഒക്ടോബറിൽ തീരും, അല്ലെങ്കിൽ നവംബറിൽ തീരും, അല്ലെങ്കിൽ ജൂലൈ തീരും, എനിക്ക് കൃത്യം 1 മാസം മുമ്പ് മാത്രമേ കിട്ടുകയുള്ളൂ, അതായത് ഈ വിസയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമായിരിക്കും ഇപ്പം അവരുടെ മുമ്പിലുള്ളത്. അതിന് കുഴപ്പമൊന്നുമില്ല. അതിന് റെമഡി ഉണ്ട്. നമ്മളിപ്പോൾ ആ വിസ അപ്ലോഡ് ചെയ്യുക, അതിന് ഗവൺമെൻറ് ഒരു മെമ്മോ തരും. ആ മെമ്മോയ്ക്ക് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതി. അതിൻ്റെ നിയമം പറയുന്നത് 2024 ഡിസംബർ 31 വരെയുള്ള വിസ, പാസ്പോർട്ട്, NRI സർട്ടിഫിക്കറ്റ്, അഫിഡേവിറ്റ് സത്യവാങ്മൂലം, ബന്ധം കാണിക്കുന്നതിന് കുട്ടിയുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, പേരൻ്റ് തന്നെ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ കീമിന് നമ്മൾ ഇപ്പോഴേ ഈ അപേക്ഷ ക്ഷണിക്കുമ്പോഴേ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് ഒരിക്കലും NRI ആയി പോവില്ല. ഗവൺമെൻറ് സീറ്റും സ്വകാര്യ മെഡിക്കൽ കോളേജിലെ സീറ്റും എല്ലാ മൈനോറിറ്റി സീറ്റും ഒക്കെ കിട്ടും. ഇതൊരു അഡീഷണൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി അച്ഛനും അമ്മയും NRI അല്ല, എന്നാൽ എനിക്കൊരു NRI സീറ്റ് വേണം. അപ്പോൾ ഓർക്കുക, നമുക്ക് ഇതേ ഫീസ് സ്ട്രക്ചറിൽ ഡീംഡ് കോളേജുകളിലെല്ലാം അഡ്മിഷൻ കിട്ടും. ഇപ്പം ഇവിടെ NRI കൊടുത്തില്ലെങ്കിലും
നമുക്ക് MCCയുടെ സൈറ്റ് വഴി ഡീംഡ് കോളേജ് മണിപ്പാൽ, അമൃത, എനപ്പോയ, നിറ്റ്, പ്രവര, JSSലൊക്കെ 20 ലക്ഷം 21 ലക്ഷം രൂപ ഫീസാണെങ്കിൽ നമുക്ക് സീറ്റ് ഉണ്ട്. അപ്പോൾ ഒരു NRI കൊടുത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ആരും NRIയിൽ ഇല്ല എന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിലെ 19 സ്വകാര്യ മെഡിക്കൽ കോളേജിൽ തന്നെ പഠിപ്പിക്കണമെന്നും അങ്ങനെ ആഗ്രഹമുള്ളവരാണ് NRIക്കും കൂടെ അപ്ലൈ ചെയ്ത് വെക്കേണ്ടത്. അങ്ങനെ അപ്പോൾ അത് എത്രയാണ്? 130 മാർക്കാണെങ്കിലും കേരളത്തിൽ NRI സീറ്റ് ഏതാണ്ട് ഉറപ്പായിട്ട് കിട്ടും ഏതെങ്കിലും ഒരു കോളേജിൽ. ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവിടെ ക്രിസ്ത്യൻ കോളേജുകൾ അവിടെ മൈനോറിറ്റി NRIക്ക് തന്നെ മൈനോറിറ്റി സീറ്റ് ഉണ്ട്. മുസ്ലിംസ് ആണെങ്കിൽ MESലും ട്രാവൻകൂറും മുസ്ലിം മൈനോറിറ്റി സീറ്റ്, NRIയിലും മൈനോറിറ്റി ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഇപ്പോഴേ NRI സീറ്റിന് അപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് 450 കിട്ടുന്ന മാർക്ക് ഒരു ജനറൽ കിട്ടുന്ന ആൾ NRI സീറ്റ് വിടാനും താല്പര്യമില്ല. അവരിത് കൊടുക്കണോ? വേണ്ട. നമുക്ക് ഗവൺമെൻറ് സീറ്റിനെ വിടുന്നുണ്ടെങ്കിൽ അതിന് മാത്രം വിട്ടാൽ മതി. കാരണം അല്ലാതെ ധാരാളം ഓപ്ഷൻ അഗ്രികൾച്ചറിൻ്റെയും BDSും വെറ്റിനറിയും ആയുർവേദവും CUETയും ഐസറും നൈസറും കേരള എഞ്ചിനീയറിംഗും ഒക്കെ നമുക്ക് ധാരാളം പ്രോഗ്രാമുകൾ കിടക്കുക. എല്ലാവരും NRI സീറ്റ് അപ്ലൈ ചെയ്യണമെന്നൊന്നും അല്ല പറഞ്ഞത്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയും NRI അല്ല, എന്നാൽ എൻ്റെ കുട്ടിയെ NRIക്ക് വിടണം എന്നൊരാഗ്രഹമുണ്ട്. രക്തബന്ധത്തിലുള്ള ഒരു വില്ലേജ് ഓഫീസർക്ക് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് തരാൻ സാധിക്കുന്ന, ഡയറക്റ്റായിട്ട് അച്ഛനോ അമ്മയ്ക്കോ ഫസ്റ്റ് കസിനോ സെക്കൻഡ് കസിനോ ഒരു ബന്ധം കാണിക്കാൻ പറ്റുന്ന ബന്ധമുള്ള ഒരാൾ നമ്മളെ സ്പോൺസർ ചെയ്യാനുണ്ടായാൽ മതി. അപ്പം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ എമൗണ്ട് വേണമെന്നോ അദ്ദേഹം നമുക്ക് പൈസ തരണമെന്നോ അല്ലെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യണമെന്നോ ഒന്നുമില്ല. നമുക്ക് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് അടയ്ക്കാം. പക്ഷേ ഈ NRI സ്പോൺസർ ചെയ്യാൻ രക്തബന്ധത്തിലുള്ള ഒരാളുടെ പാസ്പോർട്ട്, വിസ, NRI സർട്ടിഫിക്കറ്റ്, അഫിഡേവിറ്റ്, സത്യവാങ്മൂലം, അവിടെ കേരളത്തിലെ വില്ലേജ് ഓഫീസറിൽ നിന്ന് ബന്ധം കാണിക്കുന്ന ഒരു രേഖയും കൂടെ വേണം. റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് അതും കൂടെ ഉണ്ടെങ്കിൽ കേരളത്തിലെ NRI നമുക്ക് ഇപ്പോഴേ പറഞ്ഞു വെക്കാം, നമുക്കൊരു ഓപ്ഷൻ ആക്കി വെക്കാം. എന്നിട്ട് പിന്നീട് നമുക്ക് മെയ് 5-ന് ശേഷം ആ ഓപ്ഷൻ കൊടുക്കണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ജൂലൈ ഓഗസ്റ്റിലൊക്കെ തീരുമാനിച്ചാൽ മതിയാകും. സർ, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വിഭാഗമുണ്ട്, അവരെന്തൊക്കെ ആപ്ലിക്കേഷനാണ് സമർപ്പിക്കുന്നത്? തീർച്ചയായും ഭിന്നശേഷിക്കാരായ കുട്ടി കാൻഡിഡേറ്റ് 40% മുകളിൽ ഡിസേബിൾഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് PWD കാറ്റഗറിയിലാണ് പരിഗണിക്കുന്നത്. ഏറ്റവും മിനിമം മാർക്കാണെങ്കിൽ പോലും നമുക്ക് ഗവൺമെൻറ് മേഖലയിൽ തന്നെ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ തവണ 35 സീറ്റുകൾ ഒഴിവായിട്ട് കിടക്കുകയായിരുന്നു, ആൾക്കാരില്ലായിരുന്നു. എന്നിട്ടത് ജനറലോട്ട് മാറ്റി കൊടുക്കുകയായിരുന്നു. അപ്പോൾ PWD വിഭാഗമാണ്. അവിടെ 40% മുകളിൽ നമുക്ക് ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ PWD കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാം. അവിടെ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. പക്ഷെ നമ്മൾ ഡിസേബിൾഡ് പേഴ്സൺ ആണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് 40% മുകളിലുണ്ടെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിവുള്ളവർ PWD എന്ന കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാം. ഒരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. ജൂൺ ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മെഡിക്കൽ ബോർഡിന് മുമ്പിലോ അല്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷണർ പറയുന്ന പോലെ ചിലപ്പോൾ പല മെഡിക്കൽ കോളേജ് എല്ലാം പറയും. കഴിഞ്ഞ തവണ പറഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പറഞ്ഞത്. ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മൾ മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരാവുകയും അവിടുത്തെ ഡോക്ടർമാർ നമുക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകണം. അപ്പം നമ്മൾ ഡിസേബിൾഡ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടുത്തെ മെഡിക്കൽ ബോർഡ് നമ്മളുടെ കുട്ടി ഡിസേബിൾഡ് പേഴ്സൺ ആണ്, MBBS പഠിക്കാൻ അർഹതയുണ്ട്. അവിടെ പല ഡിസബിലിറ്റിയും MBBSന് അർഹതയില്ലാത്തത് വരും. അപ്പർ ലിംസിന് മുകളിൽ ചില പർട്ടിക്കുലർ കേസുകളിലൊക്കെ വരുമ്പം, അല്ലെങ്കിൽ ലോക്കോമോട്ടീവ് എല്ലാ വിരലുകളും ഇല്ല, അങ്ങനെ പല പല കാറ്റഗറികളുണ്ട്. അതിന് പല പല ബെഞ്ച് മാർക്കുകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇതൊന്നും ഡിസേബിൾഡ് അല്ല. അപ്പോൾ MBBSന് യോഗ്യതയില്ലാത്ത ഡിസബിലിറ്റികൾ ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമുക്കിപ്പോൾ പറയാം, അല്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷൻ പറയുന്ന മെഡിക്കൽ ബോർഡ്, ആ മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരാവുകയും അവർ നമുക്ക് 40% മുകളിലുണ്ടെന്നും MBBS പഠിക്കാനുള്ള യോഗ്യതയുണ്ടെന്നും നൽകി കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ മിനിമം മാർക്കാണെങ്കിലും ഗവൺമെൻറ് മേഖലയിൽ MBBS ഉറപ്പാക്കാനായിട്ട് സാധിക്കും. അതാണ് PWD. അപ്പം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട. മെയ് 5 നീറ്റ് എക്സാം എഴുതുക. അത് കഴിഞ്ഞിട്ട് കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് നിരന്തരം പരിശോധിക്കുക. നമ്മൾ അറിയിക്കും. അപ്പം നമ്മുടെ അറിയിപ്പും ഉണ്ടാകും. അങ്ങനെയുള്ളവർ ജൂൺ ആദ്യത്തെ ആഴ്ച അവർ പറയുന്ന മെഡിക്കൽ ബോർഡിന് മുമ്പ് ഹാജരാവുകയും ആ സർട്ടിഫിക്കറ്റ് അവർ കേരള എൻട്രൻസ് കമ്മീഷർക്ക് കൈമാറുകയും അതിൻ്റെ നമുക്ക് പിന്നെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയും ചെയ്യും. ഈ PWD തന്നെ ഓൾ ഇന്ത്യ കോട്ടയ്ക്കും ഉണ്ട്. അവർക്ക് നമുക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് ഹാജരാകാം. അല്ലെങ്കിൽ ഇനി തിരുവനന്തപുരത്ത് ഹാജരായിട്ട് കേരളത്തിൻ്റെ കീം വഴി നമ്മൾ പോയപ്പം തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയില്ല എന്നിരിക്കുക, അവർക്ക് വേണമെങ്കിൽ മറ്റൊരു ബോർഡ് മദ്രാസ് മെഡിക്കൽ കോളേജിൽ ഓൾ ഇന്ത്യ തലത്തിൽ അവർക്ക് എയിംസിലും ജിപ്മറിലും മറ്റുള്ള ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് കിട്ടാൻ വേറൊരു മെഡിക്കൽ കോളേജിന്റെ ബോർഡിലും വേണേൽ ഹാജരാകാം. രണ്ടും ഇവിടെ തന്നെ ഹാജരായിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല. അങ്ങനെ പല കേസുകളും ഉണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ തവണ
15%, 20% അല്ലെങ്കിൽ ഡിസബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് തരാത്ത നിരവധി കേസുകൾ കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ ഉള്ളതായിരിക്കണം. ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആയിരിക്കണം. ഒരു ഡിസബിലിറ്റി ഇല്ലാതെ നമ്മൾ അതിനുമായിട്ട് ഒരിക്കലും അപ്ലൈ ചെയ്യുകയും അത് പിന്നീട് നമുക്കൊരു MBBSനെ പഠനത്തെ ബാധിക്കുകയും ചെയ്യരുത്. ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആവുകയും 40% മുകളിലുണ്ടെന്ന് ഉറപ്പാവുകയും ചെയ്താൽ കേരളത്തിൽ നമുക്ക് കീമിന് പോയിട്ട് കിട്ടിയില്ലെങ്കിലും ഓൾ ഇന്ത്യ തലത്തിൽ നമ്മൾ മറ്റ് കേരളത്തിന് പുറത്തുള്ള ഒരു മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരായാലും നമുക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി മിനിമം മാർക്കാണെങ്കിലും ഗവൺമെൻറ് സീറ്റുകൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. സർ, അതുപോലെ കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ നീറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? എങ്ങനെയാണ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ കേരള മെഡിക്കലിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം മെഡിക്കലിന് പരീക്ഷയൊന്നുമില്ല, നീറ്റ് മാത്രമേ പരീക്ഷയുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ ഒരു മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്നുള്ളത് പുതിയ ആൾക്കാർക്ക് അത്ര പരിചയം ഉണ്ടായിരിക്കില്ല. കഴിഞ്ഞ തവണത്തിൽ ഒരു 20% പേര് മറന്നും പോയി കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ. അപ്പോൾ കീമിന് അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ച് ഒരിക്കലും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാവില്ല. അപ്ലൈ ചെയ്യുന്ന എല്ലാവരും ജൂൺ 14 ശേഷം നീറ്റിൻ്റെ റിസൾട്ട് കേരള മെഡിക്കലിൽ എൻട്രി ചെയ്ത് കൊടുക്കണം. നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പരും റോൾ നമ്പരും ജൂൺ 14 ശേഷം കേരള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നീറ്റിൻ്റെ ഡേറ്റാബേസിൽ നിന്ന് മാർക്ക് ഇങ്ങോട്ട് എടുക്കുകയും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാവുകയുമുള്ളൂ. അപ്പോൾ കീമിന് അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ച് യാതൊരു കാര്യവുമില്ല. നിർബന്ധമായും ആ ഡേറ്റ കൊടുക്കണം. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ, അതായത് ഈ അടുത്ത ആഴ്ച കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നീറ്റിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനുണ്ടോ? നീറ്റിൻ്റെ കൺഫർമേഷൻ പേജോ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പരോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നുമില്ല. ആകെ മെഡിക്കലിൽ നിന്ന് സെലക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ആ മെഡിക്കലിൽ നിന്ന് സെലക്ട് ചെയ്താൽ തന്നെ MBBSും BDSും അഗ്രികൾച്ചറും വെറ്റിനറി ആയുർവേദം ഹോമിയോ എല്ലാം അതിനകത്തുണ്ട്. നീറ്റിൻ്റെ ഒരു ഡീറ്റെയിൽസും കൊടുക്കണ്ട. പക്ഷേ ജൂൺ 14 നീറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കേരള എൻട്രൻസ് കമ്മീഷൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയും ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ കേരള വെബ്സൈറ്റിൽ കയറിയിട്ട് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും കേരളയുടെ വെബ്സൈറ്റിൽ കൊടുത്തെങ്കിൽ മാത്രമേ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാവുകയുള്ളൂ. അപ്പോൾ 2024 നീറ്റ് എൻട്രൻസ് എക്സാം അടുത്ത് വരുന്നൊരു സമയത്ത് കീമിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാനുണ്ട് നമ്മുടെ ഇവിടുത്തെ ആളുകൾ, അല്ലേ? തീർച്ചയായിട്ടും. കേരളത്തിൽ അഡ്മിഷൻ വേണമെങ്കിൽ കീമിന് അപ്ലൈ ചെയ്തിരിക്കണം. ഓൾ ഇന്ത്യ കോട്ട വഴി ഉണ്ട്. 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട വഴി ഉണ്ടെങ്കിൽ പോലും നമുക്ക് കീമിന് അപ്ലൈ ചെയ്താലാണ് ഏറ്റവും നല്ല സീറ്റുകൾ കിട്ടുക. അപ്പോൾ കീമുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയും മാതാപിതാക്കളും എന്തെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് വളരെ ആധികാരികമായി വളരെ ഡീറ്റെയിൽ ആയി തന്നെ ശിവൻ സാർ ഇന്ന് പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ ഇത് കൊണ്ട് അവസാനിക്കുന്നില്ല. ശരിക്കും ധാരാളം കീമിന് ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരാൾ നമ്മൾ പറഞ്ഞു ഇത്തരം കാര്യങ്ങളെ ഉള്ളെങ്കിൽ പോലും അതിൻ്റെ സംശയങ്ങൾ ധാരാളം ഉണ്ടാകും. അപ്പോൾ നമുക്ക് അടുത്ത മറുപടിയിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ടാകും. അപ്പോൾ ഇവരുടെ സംശയങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഓരോരുത്തർക്കും അവരുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കമന്റ് ബോക്സിൽ വരികയാണെങ്കിൽ അടുത്ത മറുപടിയിൽ നമുക്കത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ്, ഇന്ന് ഈ എപ്പിസോഡ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങൾ വരുന്നോ അതെല്ലാം ഈ ഒരു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ ഒരു കീമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും സ്വാഭാവികമായിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഈ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ കൃത്യമായ മറുപടിയുമായി അടുത്ത വാരം ശിവൻ സാർ എത്തുന്നതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.